കാട്, മണ്ണ്, മനുഷ്യൻ, വായു, ഇതിനെയെല്ലാം മനുഷ്യൻ ചൂഷണം ചെയ്യാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളേറെയായി. അതിന്റെ ഫലമായിട്ട് പ്രകൃതി ദുരന്തങ്ങൾ, പ്രളയങ്ങൾ, അതിന്റെ ഭാഗമായ പ്രളയങ്ങൾ, കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനങ്ങൾ, അല്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയാത്ത ഒരവസ്ഥ, ഇതെല്ലാം സംജാതമായിട്ട് നാളുകളേറെയായി. അതിന്റെ കൂട്ടത്തിലാണ് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗവും. ആ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം അത് വലിച്ചെറിയുക, അത് പ്രകൃതി ദുരന്തങ്ങളുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അത് അന്തരീക്ഷ മാലിന്യം മാത്രമല്ല, പ്രകൃതിയുടെ സന്തുലനാവസ്ഥ ഇല്ലാതാക്കുന്നു. ആ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് സാധാരണ നിലയിൽ നശിക്കുന്നില്ല. അതിന് പ്രത്യേക സംവിധാനത്തോടു കൂടി സംസ്കരിച്ചെങ്കിൽ മാത്രമേ അതിൽ നിന്നുള്ള ദോഷങ്ങൾ മാറ്റിയെടുക്കാൻ കഴിയും. ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ്. ആ ലോക പരിസ്ഥിതി ദിനത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോഴാണ് ഇപ്പോൾ പ്രകൃതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, അതിനുള്ള കാരണങ്ങളെല്ലാം അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കുന്നു. കാടുകളുടെ സ്ഥാനത്ത് വൻകിട ടൂറിസ്റ്റ് റിസോർട്ടുകൾ, അതുപോലുള്ള മറ്റ് ബിസിനസ് സ്ഥാപനങ്ങൾ, അവിടെയെല്ലാം മനുഷ്യന്റെ ചൂഷണം അത് കണ്ണിൽ ചോരയില്ലാത്ത വിധത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം നിയന്ത്രിക്കേണ്ട, തടയേണ്ട സർക്കാരിന്റെ വകുപ്പുകൾ, ആ വകുപ്പുകളെയെല്ലാം നോക്കുകുത്തികളാക്കിക്കൊണ്ടാണ് പണത്തോടുള്ള ആർത്തി കൊണ്ട് ഇത്തരം പ്രകൃതിക്ക് യോജിക്കാത്ത നിലയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അത് തന്നെയാണ് പാടശേഖരങ്ങളിലേക്ക് കടന്നു വന്നാൽ, മുമ്പെല്ലാം പാടശേഖരങ്ങൾ നോക്കത്താത്ത ദൂരത്ത് കേരളത്തിലുണ്ടായിരുന്നു. അവിടെ നിന്ന് വിളയിക്കുന്ന നെല്ലാണ് കേരളത്തിന്റെ പൊതുവായ അരിയാഹാരമായി മാറുന്നത്. ഇന്ന് ആ സ്ഥാനത്തെല്ലാം കോൺക്രീറ്റ് ബിൽഡിങ്ങുകളും അതുപോലുള്ള കോൺക്രീറ്റിൽ നിർമ്മിതമായ മറ്റ് വ്യവസായ കച്ചവട സ്ഥാപനങ്ങളുമെല്ലാം വന്നു കഴിഞ്ഞു. അതിൻ്റെയെല്ലാം ഫലമായി ജലസ്രോതസ്സുകൾ നഷ്ടപ്പെട്ടു, ഭൂഗർഭ ജലം ഇല്ലാതെയായി. അതിന്റെ എല്ലാം ഫലമായിട്ടാണ് പ്രളയങ്ങൾ ഉണ്ടാവുന്നത്. ഇതെല്ലാം പ്രകൃതി സ്നേഹികൾ, പരിസ്ഥിതി ലോലമായ പ്രദേശങ്ങളിലൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിരോധിക്കണമെന്ന് ആവശ്യപ്പെടുകയും അതിന്റെ ഭാഗമായി അത് നിരോധിക്കുകയുമൊക്കെ ചെയ്തത്. പ്രകൃതി ലോല പ്രദേശങ്ങൾ, പ്രത്യേകിച്ചും പശ്ചിമഘട്ട മേഖലകൾ എല്ലാം പ്രകൃതി ലോലമാണ്. അവിടെയെല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല എന്നെല്ലാം ആ രംഗത്തെ വിദഗ്ധർ മുന്നറിയിപ്പ് കൊടുത്തിട്ടും അതൊന്നും ചെവിക്കൊള്ളാതെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, പണത്തോടുള്ള താല്പര്യത്തിന് വേണ്ടി അവിടെയെല്ലാം വിവിധ തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ചെയ്തത്. ഇപ്പോഴും അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രകൃതി സ്നേഹികൾ വല്ലപ്പോഴുമൊക്കെ അതിനെതിരെ ശബ്ദം ഉയർത്തിയാൽ ആ ശബ്ദവുമെല്ലാം എവിടെയൊക്കെയോ തട്ടി ഇല്ലാതാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്.
വലിച്ചെറിയപ്പെടുന്ന പ്ലാസ്റ്റിക് വസ്തുക്കൾ, പ്രത്യേകിച്ചും ഉപയോഗശേഷം പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം ഇന്ന് എല്ലാ മേഖലകളിലും കടന്നു വന്നിരിക്കുന്നു. എല്ലാ വസ്തുക്കളും പ്ലാസ്റ്റിക് കവറുകളിൽ കൊടുക്കുക അല്ലെങ്കിൽ കൊണ്ടുപോകുക. അതുപോലെ മറ്റു ചില ആവശ്യങ്ങൾക്കെല്ലാം ഇന്ന് പ്ലാസ്റ്റിക്കാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ അത് എവിടെയെങ്കിലും വലിച്ചെറിയുന്ന ഒരു പതിവാണ് നാളിതുവരെ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം തന്നെയും വന്നുകൊണ്ടിരിക്കുന്നത്. പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഹരിത കർമ്മ സേന അംഗങ്ങൾ അവരുടെ പ്രവർത്തനം മൂലം ഒരു വലിയ പരിധിവരെ പ്ലാസ്റ്റിക്കിന്റെ വലിച്ചെറിയൽ അല്ലെങ്കിൽ വലിച്ചെറിയൽ ഏറെക്കുറെയൊക്കെ പൂർണ്ണമായിട്ടല്ലെങ്കിലും നിർത്തലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവര് വീടുകൾ തോറും കൃത്യമായി വേസ്റ്റ് പ്ലാസ്റ്റിക്കുകൾ അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക്കുകൾ ശേഖരിക്കുകയും അത് തൊട്ടടുത്ത എവിടെയെങ്കിലും കൂട്ടിയിട്ട് അതില് ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും വേർതിരിച്ചുകൊണ്ട് അത് ഹെൽത്ത് ഇൻസ്പെക്ടറുടെ മേൽനോട്ടത്തിൽ മറ്റു ചില ഏജൻസിക്കോ അല്ലെങ്കിൽ അതാത് തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കോ അത് കൈമാറുകയും ചെയ്യുന്നുണ്ട്. അത് വലിയ യൂണിറ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് പ്രത്യേക ഏജൻസികളോ അല്ലെങ്കിൽ ഭരണ സ്ഥാപനങ്ങളോ സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് അവിടെ അത് സംസ്കരിക്കുന്ന ഒരു രീതി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടപ്പാക്കിയിട്ടുണ്ട്. പക്ഷെ അവിടെയെല്ലാം ശ്രദ്ധിക്കപ്പെടേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുത, ഈ പ്ലാസ്റ്റിക്കുകൾ ശേഖരിക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ അവർ സ്ത്രീകളാണ്, ദരിദ്ര വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികളാണ്. ഈ പ്ലാസ്റ്റിക് അത് വിറ്റാൽ കിട്ടുന്ന വിലയുടെ ഒരു ഭാഗമാണ് അവർക്ക് കമ്മീഷനായിട്ട് അല്ലെങ്കിൽ പ്രതിഫലമായിട്ട് ലഭിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവർക്ക് കൃത്യമായ ഒരു അലവൻസ് കൊടുക്കുന്നതായിട്ട് അറിവില്ല. അവിടെയെല്ലാം മാറ്റം വരണം. അവർ ഹരിതകർമ്മ സേനാംഗങ്ങളില്ലായിരുന്നുവെങ്കിൽ ഇന്ന് കേരളം മുഴുവൻ മാലിന്യ കൂമ്പാരങ്ങളായി മാറുമായിരുന്നു. അതൊരു വലിയ പരിധിവരെ ഇല്ലാതാക്കിയ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് മാന്യമായ വേതനം അല്ലെങ്കിൽ മാന്യമായ അലവൻസും അവർ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ മാത്രമല്ല അവർ ശേഖരിക്കുന്നത്, മറ്റാക്രി സാധനങ്ങളും അവർ ശേഖരിക്കുന്നുണ്ട്. അതിനെല്ലാം കിട്ടുന്ന വില, ആ വിലയുടെ ഒരു ഭാഗമാണ് അവർക്ക് വേതനമായി കിട്ടുന്നത്. ആ കമ്മീഷൻ കൂട്ടുന്നതിനെ കുറിച്ച് അതാത് തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആലോചിക്കണമെന്നും അവർക്ക് സ്ഥിരമായ ഒരു അലവൻസ് നൽകുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും അതുപോലെ തന്നെ ഇത്തരം മാലിന്യങ്ങൾ ശേഖരിക്കുമ്പോൾ അവർക്ക് ചില മാറാ രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട്. കൈയുറയൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും അത് കൃത്യമായി ലഭ്യമല്ല. അവർക്ക് കൈയുറകൾ കൃത്യമായി ലഭ്യമാക്കുന്ന ഒരു നടപടി സ്വീകരിക്കുകയും മാന്യമായ വേതനവും അതുപോലെ തന്നെ അവർക്ക് ഇൻഷുറൻസ് അടക്കം PF അടക്കം ബോണസ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നതിനുള്ള നടപടികൾ അതാത് സ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാരും കൂടി ചേർന്ന് നടപ്പാക്കണമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നു. നിർത്തുന്നു.